നമുക്ക് പടവലങ്ങ തോരൻ വയ്ക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഫ്രൈ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കടുകിടാം. പിന്നെ ഇതിലേക്ക് സവോളയും പച്ചമുളക് ഇടാം. ജസ്റ്റ് സോട്ട് ചെയ്യാം കേട്ടോ. വഴന്ന് വരട്ടെ. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഇതിലേക്ക് അരിഞ്ഞ് വെച്ച നമ്മുടെ പടവലങ്ങ ഇട്ട് കൊടുക്കാം. നന്നായി മൂടിയിരിക്കട്ടെ കേട്ടോ. നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. മൂടി വയ്ക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ പടവലങ്ങ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് വേണ്ടുവോളം നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. തേങ്ങയാണ് ഹൈലൈറ്റ്. പിന്നെ വേവിച്ച പരിപ്പ് ഇട്ട് കൊടുക്കാം. നമ്മുടെ പടവലങ്ങ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പരിപ്പ് വേവിച്ചിട്ടുണ്ട്. നന്നായി ഒന്ന് ഉടച്ച് കൊടുക്കാം കേട്ടോ. ഇവിടെ അധികം പിന്നെ പരിപ്പ് വെന്തോടെ എന്ത് ഇഷ്ടമല്ല. അത് കാരണം കുക്കറിൽ ഇടാറില്ല. കലത്തിലാണ് പ്രിപ്പറേഷൻ. നമ്മുടെ ഏകദേശം വെന്ത് ഇങ്ങനെ വന്നിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് ചക്കക്കുരു, മാങ്ങ, ഒരു 3 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 സ്പൂൺ മുളക് പൊടി. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നന്നായി ഇനിയൊന്ന് വേവിക്കാം കേട്ടോ. കുറച്ച് വെള്ളം നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. അത് മതി. നന്നായി ഒന്ന് വെന്ത് വരട്ടെ. കുറച്ച് കല്ലുപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് നമ്മുടെ ചക്കക്കുരു മാങ്ങയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് തേങ്ങ അരച്ചത് ഒഴിക്കാം കേട്ടോ. വളരെ കുറച്ച് കൂട്ടാനുണ്ടാക്കണല്ലോ കേട്ടോ. കാരണം എന്താണെന്നറിയോ, എന്നും ബാക്കി വരും ഇവിടെ കൂട്ടാൻ. ആരും കഴിക്കണില്ല. അപ്പോൾ തോരൻ ചിലവാകുന്നുണ്ട്. ചാറുകറി അത്ര ചിലവില്ല. അത് കാരണം കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ. ആവശ്യത്തിന് മാത്രം. ഉച്ചയ്ക്ക് മാത്രമേ കഴിക്കുള്ളൂ. പിന്നെ രാത്രി അപ്പച്ചനൊക്കെ കഞ്ഞിയാണ്. നമ്മൾ തേങ്ങ അരച്ചത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് തിളക്കട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ ചാറുകറി ഡേഞ്ഞി കടുക് താളിക്കാം കേട്ടോ. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചാറുകറി റെഡി. പിന്നെ നമ്മുടെ മുതിര കാച്ചിട്ടാ. പിന്നെ നമ്മുടെ സ്വന്തം കരിമീൻ കുട്ടന്മാരെ ഒന്ന് ഫ്രൈ ചെയ്യാം കേട്ടോ.